ഭവനം വീട് പുനരുദ്ധാരണം പദ്ധതിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ആദ്യ ഗഡു പിറവം നഗരസഭ ചെയർപേഴ്സൺ ജിൻസി രാജു നൽകി. നഗരസഭയിലെ 420 ഗുണഭോക്താക്കളിൽ ആദ്യത്തെ 140 പേർക്കാണ് ആനുകൂല്യം നൽകിയത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന സുരക്ഷിത ഭവനം വീട് പുനരുദ്ധാരണം എന്ന പദ്ധതി പ്രകാരം നഗരസഭയിലെ 420 ഗുണഭോക്താക്കളിൽ ആദ്യത്തെ 140 പേർക്കാണ് ആദ്യ ഗഡു നൽകിയത്. നഗരസഭയിലെ ജനറൽ വിഭാഗത്തിൽപ്പെട്ടതും തീർത്തും മോശമായ വീടുകളിൽ നിന്ന് നിശ്ചിത മാനദണ്ഡ പ്രകാരം തെരഞ്ഞെടുത്തവർക്കാണ് ഈ ആനുകൂല്യം നൽകുന്നത്. നഗരസഭ ചിൽഡ്രൻസ് പാർക്കിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ ജിൻസി രാജു 24-ാം വാർഡിലെ മറിയം കല്ലോലിക്കലിന് ആദ്യ ഗഡു നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ഉന്നമനത്തിനു വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് സുരക്ഷിത ഭവനം. ഈ പദ്ധതിയിൽ അപേക്ഷ തന്നിരിക്കുന്ന എല്ലാവർക്കും ഭവനം നൽകുന്നതിന്, ഈ സഹായം നൽകുന്നതിന് അർഹതയുള്ളവരാണ്. എങ്കിൽ കൂടി ഈ വർഷം പറ്റുന്ന, അതായത് 3 വർഷത്തെ പ്രോജക്റ്റാണ്. ഈ വർഷത്തെ സാധിക്കുന്ന ഏറ്റവും പ്രയോറിറ്റിയുള്ള ആളുകൾക്ക് അവരുടെ ആനുകൂല്യം ലഭ്യമാക്കുന്നതാണ്. ഡെപ്യൂട്ടി ചെയർമാൻ KP സലീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൂബി പൗലോസ് സ്വാഗതം ആശംസിച്ചു. മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, ഷൈനി ഏലിയാസ്, വത്സല വർഗീസ്, കൗൺസിലർമാരായ തോമസ് മലിപ്പുറം, രാജു പാണാലിക്കൽ, ഗിരീഷ് കുമാർ, ജോജിമോൻ CJ, പ്രശാന്ത് മമ്പുറത്ത്, ഡോക്ടർ അജേഷ് മനോഹർ, മോളി വലിയകട്ടയിൽ, സെക്രട്ടറി പ്രശാന്ത് കുമാർ V, ഹെൽത്ത് സൂപ്പർവൈസർ നാസർ A എന്നിവർ പങ്കെടുത്തു. വീട് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തു പരിപാടി സ്വീകരിക്കണം എന്നുള്ള ഒരു ആശങ്ക തുടക്കത്തിലേ ഉണ്ടായിരുന്നു. സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഈ നഗരസഭ അധികാരത്തിൽ വരുന്ന കാലം എന്ന് പറയുന്നത് കൊറോണ പോലെയുള്ള വലിയ മഹാമാരി പിടിച്ച് അതിൻ്റെ വലിയ മൂർധന്യാവസ്ഥയിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഭരണസമിതി പിറവത്ത് അധികാരമേൽക്കുന്നത്. അതുപോലെ ഒരു കാലഘട്ടത്തിൽ, സാമ്പത്തികമായി വളരെ ഞെരുക്കമുള്ള ഒരു കാലഘട്ടത്തിൽ വീടുകൾക്കുള്ള പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പാപനാഥവും അതോടൊപ്പം തന്നെ സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള പദ്ധതികളാണ് ഞങ്ങളുടെ നഗരസഭ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.